ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിലൂടെ നമുക്ക് ബാംഗ്ലൂരിലെ കുറച്ച് സ്ഥലങ്ങളിലൊന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. ബാംഗ്ലൂരിലെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇത് യശ്വന്ത്പൂർ ഗരീബ് രാത്ത് എക്സ്പ്രസ് ട്രെയിനാണ്. ഈ ട്രെയിൻ എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലും തിരുവനന്തപുരം മുതൽ യശ്വന്ത്പൂർ വരെ സർവീസ് നടത്തുന്നുണ്ട്. ഞങ്ങൾ രാത്രി 9:30 എറണാകുളം നോർത്തിൽ നിന്ന് കയറി പിറ്റേ ദിവസം രാവിലെ 9:45 അവിടെ എത്തിച്ചേരുകയും ചെയ്തു. മെട്രോ സ്റ്റേഷനിലേക്കുള്ള എക്സിറ്റ് പ്ലാറ്റ്ഫോം നമ്പർ 6 നിന്നാണ്. ബാംഗ്ലൂർ മെട്രോയിൽ ഒരുപാട് ലൈൻസ് ഉണ്ട്. ഗ്രീൻ ലൈൻ, പർപ്പിൾ ലൈൻ, അങ്ങനെ. നമുക്കിന്ന് പ്രധാനമായിട്ടും ഗ്രീൻ ലൈനാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഗ്രീൻ ലൈനിലെ യശ്വന്ത്പൂരിൽ നിന്നും സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള മഹാലക്ഷ്മിയിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ബാംഗ്ലൂർ മെട്രോയിൽ നമുക്ക് കോയിനാണ് കിട്ടുന്നത്. എൻട്രി സമയത്ത് സ്കാൻ ചെയ്ത് കയറിയിട്ട് എക്സിറ്റിൻ്റെ സമയത്ത് നമുക്കത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇറങ്ങാവുന്നതാണ്. മഹാലക്ഷ്മി മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 500 മീറ്ററിനുള്ളിലാണ് ഇസ്കോൺ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. വളരെ തിരക്കുള്ളൊരു സ്പോട്ടാണിത്. ഇവിടെ എൻട്രി ഫീസില്ല. രാധാകൃഷ്ണനാണ് ഈ ടെമ്പിൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഏകദൈവ വിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൃഷ്ണക്ഷേത്രങ്ങളിലൊന്നാണിത്. റിലീജിയസ് ആയിട്ടുള്ളവർക്ക് ദർശനം നടത്താം. അതിനുശേഷം ചെല്ലുന്നത് ഒരു കൊമേഴ്ഷ്യൽ ഏരിയയിലേക്കാണ്. അവിടെ കുറേ അധികം ഷോപ്സ് ഉണ്ട്, ഫുഡ് കോർണേഴ്സ് ഉണ്ട്. ഫുഡൊക്കെ നല്ല ക്വാളിറ്റി ഫുഡാണ്, അതേപോലെ എക്സ്പെൻസീവാണ്. ഇതവിടുത്തെ പ്രസാദമാണ്. ടെമ്പിളിനുള്ളിൽ ഏകദേശം 2 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. എല്ലാം ഒന്ന് കണ്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ലഗേജും ചെരുപ്പും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം വരെ എത്തുമ്പോൾ ഏകദേശം 2 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. ഇവിടുന്ന് ഇറങ്ങി നമുക്ക് പോകേണ്ടത് ടിപ്പു സുൽത്താൻ സമ്മർ പാലസിലേക്കാണ്. അതിനുവേണ്ടി വീണ്ടും മഹാലക്ഷ്മി മെട്രോ സ്റ്റേഷനിൽ ചെന്നിട്ട് കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകുകയാണ് വേണ്ടത്. നല്ല തിരക്കുള്ളൊരു മെട്രോയാണ് ബാംഗ്ലൂർ മെട്രോ. ഏത് സമയമാണെങ്കിലും നല്ല തിരക്കായിരിക്കും. കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ് സിയുടെ റൈറ്റ് സൈഡിൽ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നടന്നാൽ നമുക്ക് ടിപ്പു സുൽത്താൻ സമ്മർ പാലസിൽ എത്താൻ സാധിക്കും. ഇവിടെ എൻട്രി ഫീസ് 20 രൂപയാണ്. ഈ സമ്മർ പാലസ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലുള്ളൊരു ബിൽഡിംഗ് ആണ്. തേക്കിൻ്റെ തടിയിലാണ് മുഴുവൻ നിർമ്മിതിയും. ഈ പാലസിന് 2 നിലകളാണുള്ളത്. അതിൽ താഴത്തെ നിലകളിലെ മുറികൾ ടിപ്പു സുൽത്താൻ്റെ അച്ചീവ്മെൻ്റൊക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ മുറികളും ബാൽക്കണിയുമാണുള്ളത്. ഈ മുറികളിൽ ഭിത്തിയിൽ നല്ല ഫ്ലോറൽ ഡിസൈനിലുള്ള വാൾ പെയിൻറ്റിങ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ അച്ഛൻ ഹൈദരാലിയാണ് ഈ പാലസിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. പക്ഷേ ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നത് ടിപ്പു സുൽത്താനാണ്. ഇവിടെ ഏകദേശം ഒരു 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് പോകേണ്ടത് ബാംഗ്ലൂർ ഫോർട്ടിലേക്കാണ്. ടിപ്പു സുൽത്താൻ സമ്മർ പാലസിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലാണ് ബാംഗ്ലൂർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എൻട്രി ഫീസ് ഇല്ല. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ബാംഗ്ലൂർ ഫോർട്ട് കവർ ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ബാംഗ്ലൂർ ഫോർട്ടിൽ കുറേ അധികം നല്ല നല്ല സ്പോട്ടുകളുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ ഫോർട്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് പോകേണ്ടത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അവിടെ വൈകിട്ട് 6 മണി വരെയാണ് എൻട്രി അനുവദിക്കുക. വൈകുന്നേരം ഏകദേശം ഒരു 4 മണി പരുവത്തിന് നമ്മൾ അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ മൊത്തം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ബാംഗ്ലൂർ ഫോർട്ട് കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് അടുത്താണ്. അവിടെ നിന്ന് നമുക്ക് മെട്രോ കയറി ലാൽബാഗ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം. ലാൽബാഗ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലാണ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്.
ഇത് കുറച്ച് ഏരിയ ഉണ്ട് ഈ ഗാർഡൻ. അത് നമുക്ക് ഒരു 3 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ഈ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേയുടെ ലാസ്റ്റ് സ്പോട്ടാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇതിനോടടുത്ത് തന്നെ ഒരു മാവേലി ടിഫിൻ റൂം എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല ഫുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇതിന് ശേഷം നമുക്ക് റൂമിലേക്ക് പോകണം. ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആയി. ഫസ്റ്റ് സ്പോട്ട് നമുക്ക് ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം ആണ്. സയൻസൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണിത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ആർമി മെമ്മോറിയൽ ഉണ്ട്. അവിടെയും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും. റിലാക്സ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്നൊരു ഇടമാണിത്. ഇവിടെയും ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. ഇതിന് ശേഷം നമുക്ക് പോകേണ്ടത് വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ പാർക്കിലേക്കാണ്. ഇവിടെ നിന്നും ഓട്ടോയ്ക്ക് പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഊബർ വഴി ഓട്ടോ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് പോയി വരാം. നമ്മൾ സ്പോട്ടിൽ ഓട്ടോ എടുക്കുകയാണെങ്കിൽ അവർ നല്ലപോലെ റേറ്റ് പറയും. അത് ഇച്ചിരി കൂടുതലായിരിക്കും. നമ്മളുടെ കൂടെ സ്കൂൾ ഗോയിങ് കുട്ടികളുണ്ടെങ്കിൽ വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ പാർക്ക് അവർക്കൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഒരു 2-3 നിലയുണ്ട്. ഇത് മൊത്തത്തിൽ കണ്ടുവരാൻ ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ എടുക്കും. ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഷൂട്ട് ചെയ്തത്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇതിനോടടുത്ത് തന്നെ ഒരു ബാൽഭവനുണ്ട്. അത് കുട്ടികളുടെ ഒരു പാർക്കാണ്. നമുക്ക് അവിടെയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുന്ന് നേരെ മെട്രോ കുബൺ പാർക്കാണത്. അവിടുന്ന് മെട്രോ കയറി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നതോടെ നമ്മുടെ ഈ ട്രിപ്പ് കഴിയാണ്. അവിടുന്ന് ട്രെയിൻ കയറി പിറ്റേ ദിവസം രാവിലെ നമുക്ക് നമ്മുടെ നാട്ടിലെത്താൻ പറ്റും.